ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് നമ്മൾ ഒരു പോട്ട് നമ്മൾ ചെടികളൊക്കെ വെക്കൂലേ, അങ്ങനത്തെ ഒരു പോട്ട് ഉണ്ടാക്കാനായിട്ട് പോകണതാണ്. സാധാരണ പോട്ടല്ല, എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ഒരു ബ്രൗൺ പോലത്തെ പോട്ടായിരിക്കും. പക്ഷെ അങ്ങനത്തെ എല്ലാം ഭയങ്കര കളർഫുള്ളായിട്ടുള്ള നല്ല ഭംഗി കൊടുക്കുന്ന ഒരു പോട്ടാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയായിട്ട് വേണ്ടത് നമുക്കൊരു പേപ്പറാണ്. നമ്മൾ 2 പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്താൽ അതിൻ്റെ ഭാഗത്തിൻ്റെ ഈ ലെങ്ത്തിന് ഇതിൻ്റെ സൈസിൻ്റെ അത്രയുള്ള ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് തന്നെ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഒട്ടിച്ച് കൊടുക്കുക, നല്ലോണം ഒട്ടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പണി പാടും. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് തെറ്റിപ്പോയാൽ എല്ലാം കൈവിട്ട് പോകും. അതാണ് നമ്മൾ അങ്ങനെ വന്നിട്ടാ. ഈ കാണുന്നവരിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി നോക്കാം. എനിക്ക് കുറേ ദിവസം നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ കമൻറ്റ് ചെയ്യും, എനിക്ക് എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പറ്റുള്ള എല്ലാ കാര്യങ്ങൾക്ക് അറിയാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താട്ടെ. ഞാൻ ലേക്കൊന്നും ഇനി പോകുന്നു, ഞാൻ ലാസ്റ്റ് പറയാനെ പറ്റി. ഓക്കെ, അപ്പോൾ തക്കത്തേക്ക് നമ്മളെന്ത് പാച്ചയൊക്കെ നമ്മൾ ഉണങ്ങി പോകല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പിന് വേണ്ടി നമുക്ക് വേണ്ടത് ഇതാണ്. റെഡ് ഗിഫ്റ്റ് ബോക്സിനൊക്കെ പാക്ക് ചെയ്യുന്ന സാധനമില്ലേ, പാക്കിങ് ചെയ്യുന്ന കളർഫുൾ ഇതാണ്. നമ്മൾ കുറച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് അതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്താണ് വാല് പോലെ ഇരിക്കും. എന്തായാലും പിന്നെ കുഴപ്പമില്ല, നമ്മൾ ശരിയാക്കില്ല. അതൊരു പ്രശ്നമില്ല. ഇതൊക്കെയാണ് അവസ്ഥ. ഒന്നുകൂടി ചെയ്ത് കൊടുക്കാം. അന്ന് കൊടുത്തത് കൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കണ ചീത്ത കുഴപ്പം കട്ട് ചെയ്ത് കൂടാതെ പിന്നെ ഞാനിന്ന് എന്താണ് എനിക്ക് പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളോട് ഈ വീഡിയോയിൽ പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനല്ല, എൻ്റെ ചേച്ചിയും അമ്മയൊക്കെ പറയണേ, നിനക്ക് ഈ യൂട്യൂബിനോട് എന്താടാ ഇത്ര നാൾക്ക്, നിനക്ക് വേറെ പണിയില്ലടാ, നിനക്ക് വേറെ വല്ല പണിയില്ലേ, ഇതിന് അഡിക്റ്റ് ആയിക്കണയാണെന്നൊക്കെ. എന്നിട്ട് ഞാനിങ്ങനെ അത് പറയാനുസരിക്കാതെ ഈ യൂട്യൂബ് ചാനൽ ചെയ്യണത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇത് കാണുന്നത് എന്താണ്, കണ്ടാലും ഇല്ലെങ്കിലും എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ട്. ആ സുഖം വേറെ തന്നെയാണ്. കാരണം വെച്ചാൽ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് വെക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ചീത്തയായിരിക്കാം, ഒരർത്ഥം മനസ്സിലാത്ത വീഡിയോ പോലെ ആയിരിക്കാം. പക്ഷെ ഞാൻ അത്രയ്ക്കും കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. നമുക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താം. അതിപ്പോൾ നമ്മുടെ ഒരെണ്ണം തയ്യാറായിട്ടുണ്ട്. ഇത് മറ്റേ ഇപ്പം അതേപോലെ തന്നെ ഒരെണ്ണം കൂടി തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെബ്സൈറ്റ് ആണത് യൂട്യൂബാണ് കേട്ടോ. കാരണം അതാണ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ളത്.
എന്നെ പോലെ ആലോചിക്കുന്നവരുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അവർ ഒരു ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ സെയിം ടു യു എന്നും കമൻറ്റ് ചെയ്താൽ മതി. ഇങ്ങോട്ട് ഇത് കൊള്ളൂല, അതൊക്കെ മണ്ണിട്ട് ശരിയാക്കിയാൽ മതി. പിന്നെ ഈ ഭാഗം ഇപ്പം നല്ല സിൽക്ക് പോലെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊന്ന് പുറത്ത് കൊണ്ടുപോയി കാണിച്ചാട്ടാ വരും. ഞാനിത് വെയിലത്ത് കാണിക്കുന്നതാണെങ്കിൽ ഇത് നല്ല കണ്ടാ നല്ല സിൽക്ക് പോലെ നല്ല പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കൂടാതെ നല്ല ഈ ഭാഗം നിങ്ങൾ നോക്കണ്ട കേട്ടോ, ഇത് ഭയങ്കര ചീത്തയിട്ടൊക്കെ ഇരിക്കണതാണ്. അതൊക്കെ ശരിയാക്കാൻ പറ്റും. അതിങ്ങനെ മണ്ണിട്ടൊക്കെ കൊടുത്ത് ശരിയാക്കിയാൽ മതി. പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഇടാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് അടിക്കുക. കൂടാതെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗോഡ് വിൻ. ടാറ്റാ.